Welcome to RK's Stories. താളം ഭാഗം 4. അമ്പലക്കുളത്തിന്റെ പടികളിൽ നിന്നും മുകളിലേക്ക് കയറിയതും റോസ് പ്രജിത്തിന്റെ കൈ പിടിച്ചു. ആൽത്തറയിൽ കാശിയപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. മീനുകളെയൊക്കെ കണ്ടോ പിള്ളേരെ? അങ്ങേര് കളിയാക്കിയതാണെന്ന് മനസ്സിലായെങ്കിലും അവൾ അടുത്തു ചെന്ന് ആൽത്തറയിലേക്ക് കൈകൾ കുത്തി ചാരി നിന്നു. ഉവ്. അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ തുനിഞ്ഞ പ്രജിത്തിനെ അവൾ കണ്ണുകൾ കൊണ്ട് വിലക്കുകയും ചെയ്തു. കാറ്റിനോട് കിന്നരിക്കുന്ന ആലിലകളുടെ കുസൃതിയും നോക്കി കാശിയപ്പൻ അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് അവരിരുവരെയും നോക്കി. പണ്ട് ജ്യേഷ്ഠത്തിയോടും അമ്മയോടുമൊപ്പം അമ്പലത്തിൽ വരുമ്പോഴൊക്കെയും ആ കുളത്തിലിറങ്ങി മീനുകൾക്കൊപ്പം കളിക്കാൻ ഞാൻ വാശി പിടിച്ച് കരയുമായിരുന്നേ. അപ്പോ രണ്ടുപേരും കൂടി എന്റെ രണ്ട് കൈകളിലും പിടിച്ച് ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറക്കി നിർത്തും. കാലുകളിൽ വന്നുരുമുന്ന മീനുകളെ കണ്ട് ഞാൻ തുള്ളിച്ചാടുമ്പോ ആ കണ്ണുകളിൽ അന്ന് തെളിഞ്ഞിരുന്ന ഒരു കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട്. ഒരീസം പെട്ടെന്ന് അതൊക്കെ ഇല്ലാതാകുമ്പോ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് കുട്ടിയോളെ. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന കൈകളെ ഒരിക്കലും വിട്ടുകളയാതെ നോക്കണം കേട്ടോ. ഒന്ന് നിർത്തിയിട്ട് ഒരു നെടുവീർപ്പോടെ അപ്പൻ ചോദിച്ചു. മനസ്സിലായോ രണ്ടാൾക്കും? പ്രജിത്ത് ഒന്നും വേണ്ടിയില്ലെങ്കിലും റോസ്മേരി തലയാട്ടി. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവരിവിടെ ഉണ്ടാകുന്ന്. അമ്പലത്തിലേക്കുള്ള പടികൾ കടത്തു നിന്നും ചെറിയമ്മായുടെ ശബ്ദം കേട്ടു. അവരെല്ലാവരും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും പിന്നിലായി ഒരു സ്വപ്നാടനത്തിൽ എന്ന പോലെ നടന്നു വരുന്ന യാമിയെ കണ്ടതും സങ്കടം മറന്ന് റോസിന് ചിരി വന്നു. രമേശ് ഏട്ടനോടൊപ്പം മുന്നിൽ നടക്കുന്ന സേതുവേട്ടല്ല അവളുടെ ശ്രദ്ധ മുഴുവൻ. എത്ര പ്രാവശ്യ പെണ്ണിനോട് പറഞ്ഞിട്ടുള്ളേ ഉള്ളിലെ ഇഷ്ടം ആളോട് തുറന്നു പറയാൻ. ക്രിസ്റ്റിയോടൊപ്പം ഭാര്യയെടുത്ത് പോയിട്ടുള്ളപ്പോഴൊക്കെ ധൈര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സേതുവേട്ടനെ അടുത്ത് കാണുമ്പോഴൊക്കെ അവളുടെ ധൈര്യം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയാ. എന്നാ ആരെങ്കിലും അക്കാര്യം സേതുവേട്ടനെ അറിയിക്കാമെന്ന് വെച്ചാലോ അതിനും പെണ്ണ് സമ്മതിക്കില്ല. അവൾക്ക് നേരിട്ട് പറയണോത്രേ. അതും പറഞ്ഞ് യാമിയോട് തല്ലുകൂടിയതിന്റെ ഓർമ്മയിൽ റോസ് പിന്നെയും ചിരിച്ചു. അടുത്തെത്തിയ വൃശ്ചിക എന്തോ കണ്ടുപിടിക്കാനെന്ന പോലെ റോസിനെ അടിമുടി നോക്കി. എന്തുവാ മോളെ ഒരു വല്ലാത്ത ചിരി? നീ നമ്മുടെ യാമിയെ നോക്കിയടി. പാവത്തിന്റെ നിൽപ്പ് കണ്ട സങ്കടം തോന്നും, ചിരിയും വരും. എന്നാ ചെയ്യാനാ? വട്ട്. അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ പോയി പറയാൻ? കേൾക്കാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വൃശ്ചിക അങ്ങനെയാണ്, കാര്യങ്ങൾ മൂക്കത്തു നോക്കി പറയും. അതറിയാവുന്നത് കൊണ്ട് റോസ് പിന്നീടൊന്നും പറഞ്ഞില്ല. നീ വന്നേ, ഒരു ഫോട്ടോ എടുക്കാം. വൃശ്ചിക വിളിച്ചു. ആൽത്തറയ്ക്ക് മുന്നിൽ നിന്ന് എല്ലാവരും പോസ് ചെയ്യുകയാണ്. കൂട്ടത്തിൽ കാശിയപ്പനുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോ പ്രജിത്ത് കണ്ണുകൾ കൊണ്ട് റോസിനെ അടുത്തേക്ക് വിളിച്ചു. ആരും ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൾ അവന്റെ അടുത്തേക്ക് അങ്ങ് ചേർന്ന് നിന്നു. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞതും ചെറിയമ്മായോടും വൃശ്ചികയോടും യാത്ര പറഞ്ഞിട്ട് റോസ് സ്കൂട്ടറിലേക്ക് കയറി. ഡി, പോയിട്ട് വേഗം വരണം കേട്ടോ. പിന്നിൽ നിന്നും വൃശ്ചിക വിളിച്ചോർമ്മിപ്പിച്ചു. ഓ. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ റോസ് തലയാട്ടി. യാമി വൃശ്ചികയുടെ തോളിൽ ചാരി നിൽപ്പുണ്ട്. അവളെ അവർ കൊണ്ടുവന്നോളും. സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ പ്രജിത്തിനെ കാണാം. അവന്റെ നോട്ടം തന്നിലേക്കാണെന്ന് കണ്ടതും റോസ് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. ആലിലകൾ അപ്പോഴും എന്തോ കളി പറഞ്ഞു ചിരിച്ചു. കല്യാണം പ്രമാണിച്ച് ഭാര്യയിടത്തെ ബേക്കറികൾ മുടക്കായിരുന്നത് കൊണ്ട് ബാക്കിയുള്ള 3 ബേക്കറികളിലും പലഹാരങ്ങൾ കൊടുത്ത ശേഷം റോസ്മേരി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും 9 മണി ആകാറായിരുന്നു. അമ്മച്ചി തയ്യാറായി നിൽപ്പുണ്ട്. ഒരുക്കമെന്ന് പറയാൻ അധികമൊന്നുമില്ല. നര കയറി തുടങ്ങിയ മുടി അഴിച്ചിട്ട് മുടി തുമ്പുകൊണ്ട് തന്നെ മുകളിൽ വട്ടം കെട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ എങ്ങോ അപ്പച്ചൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് സാരി എടുത്ത് ചുറ്റിയിട്ടുമുണ്ട്. അപ്പച്ചൻ മരിച്ചതിൽ പിന്നെ കളറുള്ള സാരികൾ ധരിച്ച് അമ്മച്ചിയെ കണ്ടിട്ടില്ല. ഇടാൻ പറഞ്ഞാലും കേൾക്കത്തില്ലാത്തത് കൊണ്ട് റോസ് കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല.
മുറിയിൽ കയറി അലമാര തുറന്ന് റോസ് കളറുള്ള സാരി എടുത്ത് പിടിച്ചപ്പോ അവൾക്ക് പ്രജിത്ത് പറഞ്ഞത് ഓർമ്മ വന്നു. എന്റെ റോസമ്മയ്ക്ക് ഒരു റോസ് സാരി മതി കല്യാണത്തിന്. പക്ഷെ അത് ഉടുത്തു വരുമ്പോ നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്തിനാ? നിന്നെ കണ്ടിട്ട് ഒരു പക്ഷേ എന്റെ ഹൃദയം അങ്ങ് മിടിക്കാൻ മറന്നുപോയല്ലോടി. ശ്വാസമെടുക്കാൻ മറന്ന് ഞാൻ കുഴഞ്ഞു വീണാലേ ഓടി വന്നെന്റെ ചുണ്ടിലൊന്നങ്ങ് മുത്തിയേക്കണം. നിന്നിൽ നിന്നും ആ ശ്വാസം ഞാനങ്ങ് വലിച്ചെടുത്തോളാം. അന്ന് അത് കേട്ട് ചുവന്നു പോയതുപോലെ ഇപ്പോഴും അവളുടെ കവിളുകൾ ചുവന്നു. അവൾക്കപ്പോ പെട്ടെന്ന് അവനെ കാണാനും തോന്നി. അത്ഭുത കണ്ണാടിക്ക് മുന്നിൽ നിന്നും വസ്ത്രം മാറുമ്പോൾ പ്രണയം നിറഞ്ഞൊരു മൂളിപ്പാട്ട് അവളുടെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. അമ്മച്ചിയെയും കൂട്ടി വാര്യയിടത്തേക്ക് എത്തിയപ്പോ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനായി എല്ലാവരും പന്തലിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. പട്ടണത്തിൽ ഓടുന്ന ശ്രീപാർവതി ബസ് വീടിന് മുന്നിൽ തന്നെ കിടപ്പുണ്ട്. അതില പെണ്ണ് കൊണ്ടുവരാനുള്ള ആളുകൾ പോകുന്നത്. യാമിയുടെ അച്ഛനെയും അമ്മയെയും അനിയനെയും കണ്ട് അവൾ അമ്മച്ചിയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. ദേവയാമിയുടെ അച്ഛൻ ഗോപികൃഷ്ണന് വാട്ടർ അതോറിറ്റിയിലാണ് ജോലി. ആൾ അത്യാവശ്യത്തിന് മാത്രമേ സംസാരമുള്ളൂ. യാമിയെ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മുൻവശത്തുണ്ടേൽ ഒരു ചിരി കിട്ടിയാൽ ഭാഗ്യം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. പക്ഷെ അമ്മ ശ്രീകല അതിനുള്ളതും അതിന്റെ പലിശക്കുള്ളതും കൂടി സംസാരിക്കും. പുള്ളിക്കാരിക്ക് പാസ്പോർട്ട് ഓഫീസിലാ ജോലി. അനിയൻ ശ്രീകാന്ത് എറണാകുളത്ത് വക്കീലാകാൻ വേണ്ടി പഠിക്കുന്നു. റോസിനെയും അമ്മച്ചിയെയും കണ്ട് യാമിയുടെ അമ്മ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. മോളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ശരിയല്ലേ എന്ന് ചോദിക്കും പോലെ അവർ കസേരയിലിരുന്ന ഭർത്താവിനെ നോക്കി. ആണെന്നോ അല്ലെന്നോ അവിടുന്ന് മറുപടിയില്ല. അത് പ്രതീക്ഷിക്കാത്തതുപോലെ യാമിയുടെ അമ്മ തുടർന്നു. മോളുടെ ഈ സാരി കൊള്ളാട്ടോ. ഇത് എത്രയായി? സാരിയുടെ വക്കും മുന്താണിയും ഒക്കെ പിടിച്ചു നോക്കിക്കൊണ്ടാ ചോദ്യം. 650. കള്ളം പറഞ്ഞത് അവരറിയുമോ എന്നൊരു പരിഭ്രമം തോന്നി റോസിന്. പ്രജിത്ത ആ സാരി വാങ്ങിക്കൊടുത്തത്. വില ആദ്യം പറഞ്ഞില്ലെങ്കിലും നിർബന്ധിച്ച് ചോദിച്ചപ്പോ 1000-ന് മുകളിലായി എന്നാ അവൻ പറഞ്ഞത്. വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും ഉള്ളിൽ സന്തോഷം തോന്നി അന്നവൾക്ക്. അപ്പച്ചൻ പോയതിൽ പിന്നെ ആരും അങ്ങനെയൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അവൾക്ക്. അതും ഇതുപോലെ വില കൂടിയത്. അത്രേ ഉള്ളൂ? അവർ ആശ്ചര്യത്തോടെ സാരി വീണ്ടും പിടിച്ചു നോക്കി. കണ്ട അതീ കൂടുതൽ പറയൂട്ടോ. ഞാൻ അവളോട് പറഞ്ഞതാ ഒരു കാഞ്ചീപുരം സാരി വാങ്ങിച്ചുകൊടുത്താ മതിയെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? അവൾക്കപ്പോ സെറ്റും മുണ്ടും മതിയെന്ന്. അതെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുമല്ലേ അച്ഛൻ? എന്നെ പറ്റി തന്നെയാണോ ഈ പറയുന്നേ എന്ന അത്ഭുതത്തോടെ കസേരയിലിരുന്ന് നോക്കുന്ന യാമിയുടെ അച്ഛനെ കണ്ടപ്പോ മുഖം തിരിച്ച് അവൾ അമ്മച്ചിയെ നോക്കി. അവിടെയും ചിരി അടക്കാൻ പാടുപെടുകയാണ്. യാമി എന്തേ ശ്രീയമ്മേ? കുഞ്ഞുനാൾ മുതൽ യാമിയുടെ അമ്മയെ ശ്രീയമ്മ എന്ന് വിളിച്ച പരിചയം. അവൾ ആ വൃശ്ചിയുടെ കയ്യിൽ തൂങ്ങി അകത്തെങ്ങോ ഉണ്ട്. എന്നാ നിങ്ങളിരിക്കേ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. റീസാമ്മ ചേച്ചി ഇങ്ങോട്ടിരിക്കുന്നേ. നമുക്ക് എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാം. ഇവരിപ്പോഴൊന്നും ഇവിടെ നിറങ്ങുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അമ്മച്ചിയെ അവരുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് നടക്കുമ്പോൾ ശ്രീയമ്മ പറയുന്നത് റോസ് കേട്ടു. അമ്മച്ചിയുടെ മുഖഭാവം ഇപ്പോൾ എങ്ങനെയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു നോക്കി. കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ സംസാരിക്കുന്ന യാമിയുടെ അമ്മയെ അമ്മച്ചിക്ക് പണ്ടേ പേടിയാ. ബ്ലൗസോ മറ്റോ തയ്പ്പിക്കാൻ വന്നാൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറത്തെ പണിയെങ്കിലും അങ്ങ് പോയി കിട്ടും. കൂടുതലും ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ കാര്യങ്ങളായിരിക്കും അവരുടെ സംസാര വിഷയം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്തേക്ക് ഒഴിവാക്കി വിടുക റോസിന്റെ പതിവാണ്. വരാന്തയിലേക്ക് കയറുമ്പോ കണ്ടു രമേശ് ഏട്ടന്റെ കൂട്ടുകാരൻ പ്രദീപേട്ടന്റെ അച്ഛൻ കാർത്തികേയനും അനിയൻ പ്രവീണും വരാന്തയിൽ സേതുവേട്ടന്റെയും രമേശ് ഏട്ടന്റെയും അച്ഛന്മാരോടൊപ്പം ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ പ്രജിത്തേട്ടനും ഉണ്ട്. ഈ പ്രവീൺ പ്രജിത്തിന്റെ കൂട്ടുകാരനാണ്. ആൾക്ക് വില്ലേജ് ഓഫീസിലാ ജോലി. അച്ഛൻ കാർത്തികേയൻ ഹൈക്കോടതിയിൽ ക്ലർക്കായിരുന്നു. റിട്ടയർ ആയെങ്കിലും ഇപ്പോഴും സംസാരത്തിനിടയിൽ ഇടയ്ക്കൊക്കെ നിയമവശങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് പരാമർശിക്കും. വരാന്തയിലേക്ക് കയറിയപ്പോ തനിക്ക് നേരെ നീണ്ട കണ്ണുകളിലെ പരിചയഭാവങ്ങൾക്കിടയിൽ പ്രജിത്തിന്റെ കണ്ണുകളിൽ തെളിഞ്ഞ വിസ്മയവും തിളക്കവും റോസിന്റെ ഉള്ളം കുളിർപ്പിച്ചു. അവന് ശരിക്കുമൊന്ന് കാണാനുള്ള സമയം നൽകുവാനായി വരാന്തയിലേക്ക് കയറിയ അവരുടെ കാലുകൾ ഇഴഞ്ഞു. ആ മോൾ ഇപ്പോഴാണോ വരുന്നേ? അകത്തേക്ക് ചെല്ലൂ. വൃശ്ചികയും ദേവയാമിയും അകത്തുണ്ട്. രമേശ് ഏട്ടന്റെ അച്ഛൻ പറഞ്ഞപ്പോ അവൾ അവിടെ നിന്ന് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. വരാന്തയുടെ അരമതിലിൽ ഏറ്റവും പിന്നിലിരുന്ന് ദുഷ്ടൻ
പ്രജിത്തേട്ടൻ നെഞ്ചിൽ കൈയമർത്തി ശ്വാസം കിട്ടാത്തതുപോലെ കാട്ടുന്നു. ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ട് റോസ്മേരി അകത്തേക്ക് നടന്നു. വൃശ്ചികയും യാമിയും വൃശ്ചികയുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. യാമിയുടെ മുടിയിൽ മുല്ലപ്പൂ വെച്ച് അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു വൃശ്ചിക. കുറച്ച് സ്ലൈഡുകളും കടിച്ചു പിടിച്ചു നിൽക്കുന്ന അവളുടെ മുടിയിൽ മുല്ലപ്പൂ ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ആ ദേ റോസമ്മ വന്നല്ലോ. കണ്ണാടിയിൽ റോസിനെ കണ്ട് യാമിയുടെ മുഖം തെളിഞ്ഞു. ദാ ആ ഇരിക്കുന്നത് നിനക്കാ. അവൾ കണ്ണാടിയിൽ കൂടി കണ്ണുകൾ കൊണ്ട് കാട്ടുന്നു. മേശപ്പുറത്ത് മുല്ലപ്പൂവും കുറച്ച് സ്ലൈഡുകളും ഇരിപ്പുണ്ട്. റോസ് അതെടുത്തു നോക്കി. 2 മുഴം ഉണ്ടാവും. യാമിയുടെ തലയിലിരിക്കുന്നതെല്ലാം കൂടി ഒരു 4 മുഴത്തിൽ കൂടുതലുണ്ട്. ആ മുല്ലപ്പൂ കയ്യിലിട്ട് ആട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു, എനിക്കെന്താടി 2 മുഴം? ഞാനെന്താ 2-ാം കുടിയിലുള്ളതോ? ഓ നിന്റെ മുടിക്ക് അത് തന്നെ ധാരാളം മതി മോളെ. കണ്ണാടിയിലെ യാമിയുടെ ചിരിക്കുന്ന മുഖം കണ്ട് റോസ്മേരി വൃശ്ചികയെ നോക്കി. സ്ലൈഡുകളും കടിച്ചു പിടിച്ചുകൊണ്ടൊന്ന് നീളിക്കുന്നു. അലവലാതി. കുറുമ്പു കുത്തിയ മുഖവും വീർപ്പിച്ചു പിടിച്ചുകൊണ്ട് മുല്ലപ്പൂവും എടുത്ത് കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന റോസ്മേരി യാമിയെ അങ്ങ് തോളുകൊണ്ട് ഉന്തി മാറ്റി. എടി ദേ ഇന്ന് കല്യാണം നടക്കുമ്പോഴും വൈകുന്നേരത്തെ വിരുന്നിനിടയിലുമൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുമട്ടോ. ഇന്നെങ്കിലും എന്റെ പൊന്നുമോള് സേതുവട്ടനോട് കാര്യം തുറന്നു പറയും. മുല്ലപ്പൂ സ്ലൈഡിൽ കോർത്ത് മുടിയിലേക്ക് കുത്തുന്നതിനിടയിൽ റോസ് പറഞ്ഞു, ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടന്റെ മുന്നിൽ നിൽക്കും പോലെ സേതുവേട്ടന്റെ മുന്നിലുള്ള നിന്റെ നിൽപ്പ് കണ്ട് സങ്കടം തോന്നിട്ട് പറയുവാ മോളെ. പറയണോന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങേരെ കാണുമ്പോ മുട്ട് വിറക്കുവന്നേ. യാമിയുടെ മുടിയിൽ മുല്ലപ്പൂ കൊണ്ട് താൻ ചെയ്ത അലങ്കാരത്തിന്റെ ഭംഗി നോക്കുകയായിരുന്ന വൃശ്ചിക ആ സങ്കടം കേട്ട് അവളുടെ താടിക്കിട്ടൊരു തട്ടുകൊടുത്തു. നിനക്ക് 14 വയസ്സായപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതായത്. ദേ ഇനി വേറെ വല്ല പെൺപിള്ളേരും കയറി കൊത്തിയിട്ട് എന്നോട് സങ്കടം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. ഒരു പെങ്ങളെന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. എടി ദുഷ്ടേ. യാമി വൃശ്ചികയ്ക്ക് നേരെ തിരിഞ്ഞു. ഓരോ സഹായത്തിനും മിഠായിയും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് നീ കൈക്കൂലി വാങ്ങാറില്ലേടി? എന്നിട്ടിപ്പോ കാല് മാറുന്നു. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണെ. കണ്ണാടിക്ക് പുറംതിരിഞ്ഞ് മുടിയിൽ കുത്തിയ മുല്ലപ്പൂവിന്റെ ഭംഗി നോക്കിക്കൊണ്ട് റോസ്മേരി പറഞ്ഞു, അങ്ങേരാന്നെ ദിവസം പ്രതി ഗ്ലാമർ ആയിട്ട് വരികയാ. ആ പരട്ട ഫാൻസി കടയിലേക്ക് ഉഴക്കക്കര നിന്ന് പോലും പെൺപിള്ളേര് ചുമ്മാ വരുന്നുണ്ടെന്നാ കേട്ടത്. പരട്ട ഫാൻസി കടയോ? ഒന്ന് പോയേടി. വൃശ്ചിക റോസ്മേരിക്ക് നേരെ കൈയോങ്ങി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അങ്ങനെ ഞാൻ കൊല്ലും. യാമി നിന്ന് തിളച്ചു. ആഹാ എന്റെ മോളെ, ഇപ്പോ ഈ കാണിച്ച ആവേശത്തിന്റെ പകുതി പോലും വേണ്ടല്ലോ അങ്ങേരോട് നിന്റെ ഇഷ്ടം പറയാൻ. റോസിന്റെ കളിയാക്കൽ കേട്ട് യാമിയുടെ മുഖം ചുങ്ങി. ഇന്നെന്തായാലും പറയാൻ പോവാ. മോളെ വൃഷ്ടി, ആ ജനാലെ കൂടി ഒന്ന് പുറത്തേക്ക് നോക്കിയേ. കാക്ക വല്ലത് മലന്ന് പറക്കുന്നുണ്ടോന്നറിയാനാ. റോസിന് അതിനുള്ള മറുപടി കൊടുക്കാൻ യാമി വാ തുറക്കുമ്പോഴാണ് ചെറിയമ്മായി അകത്തേക്ക് കയറി വന്നത്. ആഹാ എന്റെ പിള്ളേര് ചുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ. ഇന്ന് കിഴക്കേക്കരയിലെ ആമ്പിള്ളേര് കുറച്ച് വെള്ളം കുടിക്കുന്ന തോന്നുന്നേ. ആ പുകഴ്ത്തലിൽ മൂന്നിന്റെയും മുഖത്ത് 100 വാട്ടിന്റെ ബൾബുകൾ തെളിഞ്ഞു. മൂന്നും കൂടി ചെറിയമ്മായിയെ പൊതിഞ്ഞ് അവരുടെ കവിളുകളിലും നെറ്റിയിലും ചുണ്ടുകളിലൂടെ സന്തോഷം പകർന്നു. ചെറിയമ്മായി ചിരിയോടെ മുഖം തൂത്തു. മതി സ്നേഹിച്ചത്. ദേ അവിടെ എല്ലാരും ഇറങ്ങാറായി, വന്നേ. ചെറിയമ്മായിയുടെ പിന്നാലെ അവരിറങ്ങിച്ചെന്നത് ക്യാമറ ലൈറ്റുകളുടെ വെളിച്ചത്തിലേക്കാണ്. മുറിയിലാകമാനം മുല്ലപ്പൂവിന്റെയും ചിലർ പൂശിയിരിക്കുന്ന പെർഫ്യൂമുകളുടെയും സമ്മിശ്ര ഗന്ധം. സ്വീകരണ മുറിയിൽ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. മുതിർന്നവർക്ക് ഓരോരുത്തർക്കായി അടക്കയും വെറ്റിലയും 1 രൂപ നാണയവും ചേർത്ത് നൽകുന്ന ദക്ഷിണ അവർ സ്വീകരിച്ചതിന് ശേഷം കാൽ തൊട്ടു തൊഴുന്ന രമേശേട്ടന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ആ കിട്ടിയ ദക്ഷിണ അവർ അടുത്ത് നിൽക്കുന്ന സേതുവേട്ടന് കൈമാറുന്നു. സേതുവേട്ടൻ അത് വീണ്ടും രമേശേട്ടന് തന്നെ ഏൽപ്പിക്കുന്നു. രമേശേട്ടൻ അത് അടുത്ത ആൾക്ക് നൽകി അനുഗ്രഹം വാങ്ങുന്നു. ഫോട്ടോഗ്രാഫർമാർ തിരിഞ്ഞും മറിഞ്ഞും ചാടിയുമൊക്കെ ഓരോന്നായി ക്യാമറയിൽ പകർത്തുന്നു. മറ്റൊരു ഫോട്ടോഗ്രാഫർ അതെല്ലാം വീഡിയോയിലും പകർത്തുന്നുണ്ട്. ഒരു പയ്യൻ ലൈറ്റും പൊക്കി പിടിച്ച് നിൽപ്പുണ്ട്. രമേശേട്ടൻ കാലത്തിട്ടിരുന്ന ഷർട്ടും മുണ്ടുമൊക്കെ മാറിയിരിക്കുന്നു. ഒരു വെളുത്ത സിൽക്കിന്റെ ഷർട്ടും കസവും മുണ്ടുമാ ആളുടെ കല്യാണ വേഷം. സേതുവേട്ടൻ ആ കരിനീല ഷർട്ട് തന്നെ.
അവരുടെ അടുത്ത് നിൽക്കുന്ന പ്രദീപേട്ടൻ ഒരു ഇളം പച്ച കളറുള്ള ഷർട്ടും മുണ്ടും ആവേശം. റോസ് മുട്ടുകൈ കൊണ്ടൊന്ന് തട്ടി വൃശ്ചികയ്ക്ക് ആ നിൽപ്പ് കാട്ടിക്കൊടുത്തു. രമേശൻ കെട്ടാൻ പോകുന്ന ദേവിയുടെ കൂട്ടുകാരി ശ്രീമോളുമായി പുള്ളിക്കാരൻ അടുപ്പത്തിലാണെന്ന് ഭാര്യയടുത്തുള്ളവരെ കൂടാതെ റോസിനും അറിയാം. കല്യാണ വീട്ടിൽ ചെന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒളിച്ചുകളികൾ ഓർത്ത് വൃശ്ചിക ചിരിക്കുന്നതിനിടയിൽ റോസിന്റെ കണ്ണുകൾ പ്രജിത്തിനെ തേടി. അവനെ കണ്ടെത്തിയ ആ കണ്ണുകൾ വിടർന്നു. കാലത്തിട്ടിരുന്ന ഷർട്ട് അവനും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ വേഷം റോസ് നിറത്തിലുള്ള സിൽക്കിന്റെ ഷർട്ടും അതിന് ചേർന്ന കസവിന്റെ മുണ്ടും. അവളെ തന്നെ നോക്കി നിന്നിരുന്ന അവന്റെ കണ്ണുകളുമായി ഇടഞ്ഞപ്പോ റോസിന്റെ കണ്ണുകൾ അതിമനോഹരമായി ചിരിച്ചു. അവളുടെ ആ കണ്ണുകൾ നൽകിയ പ്രശംസയിൽ അവന്റെ മുഖവും തെളിഞ്ഞു. കണ്ണുകൾ കൊണ്ടവൻ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്നവരെ കണ്ടില്ല എന്ന് കണ്ണുകൾ കൊണ്ട് തന്നെ അവൾ മറുപടിയും കൊടുത്തു. വീണ്ടും കണ്ണുകളാൽ പ്രണയിക്കുന്നതിനിടയിൽ തിരക്കിനിടയിലൂടെ അടുത്തേക്ക് വന്ന പ്രദീപേട്ടന്റെ അമ്മ മിനിയെ റോസ് കണ്ടില്ല. മോളെ എന്ന വിളി കേട്ടാണ് റോസ് തിരിഞ്ഞു നോക്കിയത്. പിന്നിൽ നിന്നിരുന്ന ദേവയാമിയെ കവിളിൽ പിടിച്ച് ഓമനിക്കുന്ന മിനിയാന്റിയെ കണ്ട് റോസിന്റെ കണ്ണുകൾ ചുളിഞ്ഞു. ഇവർക്കെന്താണാവോ യാമിയുടെ ഒരു പ്രത്യേക പുന്നാരം? അവൾ ഓർത്തു. നോക്കുമ്പോ വൃശ്ചികയും അതേ ഭാവത്തോടെ തന്നെ നിൽപ്പുണ്ട്. വരൂ, എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാം, ഇനി വൈകണ്ട. രമേശ് ചേട്ടന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞതും മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നവർ ഓരോരുത്തരായി വെളിയിലേക്ക് ഇറങ്ങി. അമ്മച്ചി നനഞ്ഞ കോഴിയെ പോലെ യാമിയുടെ അമ്മയുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ആ മുഖത്തെ ഭാവം കണ്ടിട്ട് റോസ്മേരിക്ക് ചിരി വന്നു. ഇത്രയും നേരം കൊണ്ട് സ്ത്രീയമ്മ അമ്മച്ചിയെ കൊന്നു കൊല വിളിച്ചിട്ടുണ്ടാകും, അവൾ ഓർത്തു. പ്രിൻസി ട്രാവൽസിന്റെ ഒരു ബസ് കൂടി പുതിയതായി റോഡിൽ വന്ന് കിടപ്പുണ്ട്. ഭാര്യയിടത്തെ പ്രീമിയർ പത്മിനിയും ബസ്സുകളുടെ മുൻഭാഗവും വശങ്ങളുമൊക്കെ ഇതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് പൂക്കളും പൂമാലകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാറിന്റെ പിന്നിലെ ഗ്ലാസിൽ രമേശ് വെഡ്സ് ദേവി എന്ന് തെർമോകോളിൽ വെട്ടി ഗിൽറ്റ് പിടിപ്പിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മുന്നിൽ കിടക്കുന്ന ബസ് കാണാൻ കൊള്ളാം. അതിൽ കയറാൻ തിരക്ക് പിടിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് റോസ് ദേവയാമിയുടെ കയ്യും പിടിച്ച് ധൃതിയിൽ നടന്നു. യാമിക്ക് അവളോടൊപ്പം ഓടുന്നത് പോലെ നടക്കാൻ അല്പം നാണം തോന്നിയെങ്കിലും റോസ് അവളുടെ കൈ വിട്ടില്ല. പതുക്കെ പോടി, പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും ദാവണിയും പൊക്കിപ്പിടിച്ച് വൃശ്ചികയും അവരോടൊപ്പം എത്താൻ ധൃതി പിടിച്ചു. പിന്നിൽ നിന്നും ആരൊക്കെയോ ചിരിക്കുന്നു. ഈ പിള്ളേരുടെ ഒരു കാര്യം. രമേശ് ചേട്ടനോടൊപ്പം നിന്നിരുന്ന അമ്മയുടെ ശബ്ദം കേട്ടെങ്കിലും വൃശ്ചിക തിരിഞ്ഞു നോക്കിയില്ല. സൈഡിലെ സീറ്റൊക്കെ പിടിച്ചോട്ടാ. അകത്തേക്ക് ഇടിച്ചു കയറിയവന്മാരോട് താഴെ നിന്നും ഒരു കുഞ്ഞൻ വിളിച്ചു പറയുകയാണ്. അതിനിടയിലേക്കാണ് റോസും യാമിയും വൃശ്ചികയും കൂടി ചെന്നത്. തങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി വരുന്ന മൂന്നെണ്ണത്തിന് പിള്ളേര് കണ്ണും മിഴിച്ചു നോക്കുന്നത് ശ്രദ്ധിക്കാതെ മൂന്നും കൂടി അവരെ തള്ളി മാറ്റി ബസ്സിനകത്തേക്ക് വലിഞ്ഞു കയറി. ഏറ്റവും പിന്നിലെ സീറ്റിലേക്ക് ചെന്നപ്പോ അവിടെയും പിള്ളേര് കയറിയിരിപ്പുണ്ട്. റോസ് അവന്മാരെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കി. മാറിക്കേ, ഇത് ഞങ്ങളുടെ സീറ്റാ. പിന്നെ ഞങ്ങൾ ആദ്യം കയറിയിരുന്നേ. അവന്മാരും വിട്ടുകൊടുത്തില്ല. മര്യാദക്കല്ല, എല്ലാത്തിനും ഇറക്കി വിടും. വൃശ്ചികയും ഒച്ചയെടുത്തതോടെ അവന്മാർ മനസ്സില്ലാ മനസ്സോടെ പിന്നിലെ സീറ്റിൽ നിന്നും ഇറങ്ങി. കൂട്ടത്തിൽ അല്പം വിഷമിച്ചു നിന്ന് ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മറ്റൊരുത്തൻ പറഞ്ഞു, നീ വാടാ, അവരുടെ കല്യാണമല്ലേ, അതിന്റെ പവറാ, നമുക്ക് മുന്നിലെ സൈഡ് സീറ്റിൽ ഇരിക്കാം. ആകപ്പാടെ 10 മിനിറ്റ് മാത്രമുള്ള യാത്രയ്ക്കാണ് ഈ കിടന്ന് കാട്ടുന്നതെന്ന് ഓർക്കാതെ വല്ലപ്പോഴും ഒരിക്കലെത്തുന്ന ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഈ കല്യാണവും ആസ്വദിക്കാനുള്ള ആവേശത്തിലായിരുന്നു മൂവരും. ബസ്സുകളിലേക്ക് ബാക്കിയുള്ളവരും കയറി തുടങ്ങിയിരുന്നു. റോസ് എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കി. അമ്മച്ചി യാമിയുടെ വീട്ടുകാരോടൊപ്പം ബസ്സിനടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അവർക്ക് പിന്നാലെ യാമിയുടെ വീടിനടുത്ത് താമസിക്കുന്ന റെയിൽവേയിൽ ജോലിയുള്ള ശ്രീധരൻ ചേട്ടനും കുടുംബവും. പുള്ളിക്കാരന്റെ ഭാര്യ സുശീല ചേച്ചിക്കൊപ്പം നടക്കുന്ന മകൾ നക്ഷത്രം ഇട്ടിരിക്കുന്നത് റോസ് തയ്ച്ചു കൊടുത്ത പുതിയ ഡിസൈനിൽ എംബ്രോയിഡറി ചെയ്ത ചുരിദാറാണ്. ശ്രീധരൻ ചേട്ടന്റെ മൂത്ത മകൻ നവീൻ ചെറിയമ്മയുടെ മകൻ അർജുന്റെ കൂട്ടുകാരനാ. പ്രജിത്തേട്ടൻ ഭാര്യയിടത്തെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഡോറിലൂടെ കാറിന്റെ മുൻ സീറ്റിലേക്ക് കയറുന്ന രമേശ് ചേട്ടൻ. രമേശ് ചേട്ടന്റെ അച്ഛനും അമ്മയും ചെറിയമ്മായിയും ആ കാറിന്റെ പിന്നിലേക്ക് കയറുന്നു. ചെറിയമ്മാവനും അർജുനും സേതുവേട്ടന്റെ അച്ഛനും വേറെ 2 പേരും കൂടി ബസ്സുകൾക്ക് പിന്നിൽ കിടക്കുന്ന ഒരു അംബാസഡർ കാറിലേക്ക് കയറുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാർ കയറിയ കാർ ആദ്യം തന്നെ പോയിരുന്നു. സേതുവേട്ടൻ തന്റെ SDയിലേക്ക് കയറിയിരിപ്പുണ്ട്. ആശിയപ്പൂപ്പനെ കണ്ടില്ലല്ലോ.
ചിലപ്പോ വഴിയിൽ നിന്ന് കയറുമായിരിക്കും. പ്രദീപേട്ടനും വീട്ടുകാരും അവരുടെ കാറിലേക്ക് കയറുന്നു. റോസ് പെട്ടെന്ന് തിരിഞ്ഞ് യാമിയോട് ചോദിച്ചു, ഡി അതെ, പ്രദീപേട്ടന്റെ അമ്മക്ക് എന്താടി ഇന്ന് നിന്നെ കണ്ടപ്പോ വല്ലാത്തൊരു കൊഞ്ചിക്കല്? ഞാനും ഓർത്തു, ഇനിയെങ്ങാനും ആ പ്രദീപേട്ടന് വേണ്ടി ആലോചിക്കാനാണോ? വൃശ്ചികയുടെ ആ സംശയം ഇഷ്ടപ്പെടാഞ്ഞ യാമി അവളെ പിച്ചി. ഒന്ന് പോടി. ഏയ്, അങ്ങേരാ പണിക്കശ്ശേരിയിലെ കൊച്ചുമായി പ്രേമത്തിലാന്ന് അവർക്കൊക്കെ അറിയാവുന്നതല്ലേ. വൃശ്ചികയുടെ സംശയം തള്ളിക്കളഞ്ഞിട്ട് റോസ് ആലോചനയിൽ മുഴുകി. ഇത് വേറെന്തോ പ്രശ്നമാമോളെ. എന്തായാലും അധികം താമസിയാതെ അറിയാം. അതെന്തായിരിക്കുമെന്ന ചിന്ത യാമിയെയും അലോസരപ്പെടുത്തുന്നതിനിടയിൽ ബസ് സ്റ്റാർട്ടായി. മുൻവശത്തെയും ബസിന്റെ പകുതി വരെയുള്ള സൈഡ് സീറ്റുകളും കൈയടക്കിയിരുന്ന പിള്ളേരുടെ ആഹ്ലാദവും ആർപ്പുവിളികളും ഉയർന്നു. ചേട്ടാ, ഒരു അടിപൊളി പാട്ടിടോ! കൂട്ടത്തിൽ ഏതോ ഒരുത്തൻ വിളിച്ചു കൂവി. അത് കേട്ടതുപോലെ ബസ് മുന്നോട്ട് നീങ്ങിയപ്പോ ചെകിടടപ്പിക്കും വിധം തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി എന്ന പാട്ടും മുഴങ്ങി. പിള്ളേര് സീറ്റിൽ നിന്നും ഇറങ്ങി പാട്ടിനൊപ്പം തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോ ഇരിപ്പുറക്കാതെ പിൻസീറ്റിലിരുന്ന മൂന്നെണ്ണവും പാട്ടിന്റെ താളത്തിനൊപ്പം ഇളകി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്